സപ്ലൈകോയിലൂടെ ലഭിക്കുന്ന മാവേലി സ്റ്റോറുകളിലൂടെ ലഭിക്കുന്ന 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ വിലയും വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ വിലവർധന എങ്ങനെയാണ്, അതെന്തുകൊണ്ട് വന്നു എന്നാണ് അല്പസമയം മുമ്പ് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ന്യായീകരിച്ചത്. ഈ വാർത്ത ആദ്യം ഇന്നലെ പുറത്തുവിടുന്നത് റിപ്പോർട്ടർ TV-യാണ്. ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. GR അനിൽ പറഞ്ഞത് എന്താണ് എന്ന് ശ്രീജിത്ത് നമ്മളോട് പറയും. ശ്രീജിത്ത്, സപ്ലൈകോ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നത് കൊണ്ട് തന്നെ വിപണി വിലയ്ക്കനുസരിച്ച് ഒരു മാറ്റമുണ്ടാക്കാതെ തരമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അതുകൊണ്ടാണ് ഈ വിലവർധന എന്നാണ് ന്യായീകരണം. എന്താണ് മന്ത്രി ഈ വിലവർധനയെക്കുറിച്ച് ന്യായീകരിക്കുന്നത്, പറയാൻ ശ്രമിക്കുന്നത്? അരുൺ, കഴിഞ്ഞ 5 വർഷമായി സപ്ലൈകോയിലെ ഇവിടെ വിറ്റഴിക്കുന്ന 13 ഇനം അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ 6 മാസമായി സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലാണ്. അവശ്യ സാധനങ്ങൾ സപ്ലൈകോ സ്റ്റോറുകളിലില്ല, മാവേലി സ്റ്റോറുകളിലില്ല. ഈ സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടിയാണ് വിപണി വിലയ്ക്കനുസരിച്ച് സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ മാറ്റം വരുത്താൻ നിർബന്ധിതരായത് എന്നാണ് മന്ത്രി അനിലിന്റെ പ്രതികരണം. എന്നാൽ ഈ വിപണി വിലയുടെ 35% കൂട്ടാനാണ് ഇപ്പോൾ തീരുമാനം. ഇത് വിപണി വിലയിലെ ചാഞ്ചാട്ടങ്ങൾക്കനുസരിച്ച് വിലയിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം കൂടി ഉള്ളതാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വിപണിയിൽ സാധനങ്ങളുടെ വില കൂടുകയാണെങ്കിൽ അത് സബ്സിഡി സാധനങ്ങളുടെ വിലയിലും കൂടും, എന്നാൽ കുറയുകയാണെങ്കിൽ അതും പ്രതിഫലിക്കും. 3 മാസം ഒരിക്കൽ ഈ വില റിവ്യൂ ചെയ്യും എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട വിവരം. സപ്ലൈകോ സാമ്പത്തിക പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് ഇപ്പോൾ സപ്ലൈകോ വിലവർധനവിന് സമ്മർദ്ദത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രിസഭാ യോഗം ആ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, നിസ്സഹായാവസ്ഥയിലാണ് എന്നാണ് പറയുന്നത്. ശ്രീജിത്ത്, ഒരു കാര്യം കൂടി, തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് പലതവണ മാറ്റിവെച്ചൊരു തീരുമാനം ഈ ഘട്ടത്തിൽ എടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു മന്ത്രിസഭാ യോഗം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെ ഒരു വിലവർധന എങ്ങനെ ബാധിക്കും എന്നുള്ളതിൽ ആശങ്കയില്ലേ ഇടതുമുന്നണിക്ക്? തെരഞ്ഞെടുപ്പിന് മുമ്പ് വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ട സാഹചര്യം ഗുണകരമാകുമോ എന്ന് ചോദിച്ചപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു. അതായത് ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ജനങ്ങൾക്ക് സപ്ലൈകോയിൽ ഒരു സാധനങ്ങളും ഇല്ലാതിരിക്കുന്നതാണോ നല്ലത്, അല്പം വില കൂട്ടിയാലും എല്ലാ സാധനങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാകുന്നതല്ലേ നല്ലത്, ഇക്കാര്യം ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രകടിപ്പിച്ചത്. റൈറ്റ്, നമുക്കൊപ്പം ശ്രീജിത്താണ് ചേർന്നത്. ശ്രീജിത്ത്, നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ 9 മണി ബുള്ളറ്റിനിൽ പ്രേക്ഷകരിലേക്ക് നൽകാം. എത്രത്തോളം വർധനയുണ്ടാകും എന്നുകൂടി ഒന്ന് ശ്രീജിത്ത് പ്രേക്ഷകരെ അറിയിക്കൂ. കാര്യം ഓരോ സാധനങ്ങൾക്കും എത്രമാത്രമാണ് മാറ്റം ഉണ്ടാകാൻ പോകുന്നത് എന്ന് സിവിൽ സപ്ലൈകോയിൽ പോയി, മാവേലി സ്റ്റോറിൽ പോയി 40 ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളാണ് ഒരു മാസം ശരാശരി ഈ സിവിൽ സപ്ലൈ മാവേലി സ്റ്റോറുകളിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നത്. ഒരു മാസം ഈ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ കൊടുക്കാൻ സർക്കാരിന് സിവിൽ സപ്ലൈകോയ്ക്ക് ചിലവാകുന്നത് 380 കോടി രൂപയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു മാസം 380 കോടി രൂപ. ഇപ്പോൾ വിലവർദ്ധനവ് വരുമ്പോൾ അതിൽ വലിയ ബുദ്ധിമുട്ട് സപ്ലൈകോയ്ക്ക് ഉണ്ടാവുന്നു. അത് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് വിപണി വില വർദ്ധിക്കുമ്പോൾ 35% സബ്സിഡി നിരക്കിൽ തന്നെ സബ്സിഡി സാധനങ്ങളുടെ നിരക്കും വർദ്ധിക്കും. 3 മാസത്തിലൊരിക്കൽ വില വർദ്ധിക്കാനോ വില കുറയാനോ ഉള്ള സാധ്യതയുമുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. 2 കാര്യങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കൂ. ഇതുവരെ സർക്കാർ നൽകിയത് 25% സബ്സിഡി, 10% സബ്സിഡി കൂട്ടുന്നു സർക്കാർ, 35%. പക്ഷേ അപ്പോഴും വിപണി വിലയുടെ 35% എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി വില കൂടാതിരുന്ന സാധനങ്ങളുടെ വില കൂടും. കാരണം വിപണി വില പഴയതിനേക്കാൾ ഉയർന്നു തന്നെ നിൽക്കുന്നു. ഉദാഹരണത്തിന് മുളകിൻ്റെ വില ഇപ്പോൾ 75 രൂപയാണ് 500 ഗ്രാമിനെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ 40ഓളം രൂപ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഏകദേശം 105 രൂപയോ 110 രൂപയോ കൊടുക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടാവും. അപ്പോൾ വിലവർധന 30 മുതൽ 40% വരെ ഉണ്ടാവും പല സാധനങ്ങൾക്കും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ 9 മണിയാകുമ്പോഴേക്കും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. പക്ഷേ